ഇപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് സിവിൽ സർവീസ് അക്കാഡമീസ് ഉണ്ട്. ഞാനും ഒരു സിവിൽ സർവീസ് അക്കാഡമിയെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. IPM IAS അക്കാഡമിയെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അക്കാഡമികൾ നമുക്ക് ആവശ്യമാണോ, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അക്കാഡമികൾ ആവശ്യമായിട്ടില്ല. ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ ജേണിയാണ് അല്ലേ, നമ്മൾ ഓരോ വ്യക്തികളുടെയും ജേണിയാണിത്. പക്ഷേ അക്കാഡമികളോട് ആക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ലൈൻസ്, അതായത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇവരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല കൂടുതൽ എക്സ്പോഷർ നമുക്ക് കിട്ടും. അതായത് നമുക്ക് പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് അവരുടെ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അവരെങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്തത്, അവരെങ്ങനെയാണ് പഠിച്ചത്, അങ്ങനെയുള്ള പല എക്സ്പീരിയൻസസ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒരു പ്രശ്നമാണ് അക്കൗണ്ടബിലിറ്റി. അതായത് നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാതായി പോകും. കാരണം നമ്മൾ ചിലപ്പോൾ ആദ്യം വളരെ ഭീകരമായി തുടങ്ങും. ഓക്കെ, ഞാൻ നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗോൾ വെച്ചാൽ തുടങ്ങുന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടങ്ങും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോകും, ബോറിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അപ്പം അവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ, നമ്മളെ ചെക്ക് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പഠനം ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് ആയിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് അക്കാഡമികൾ അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നീട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ലൈവ് ക്ലാസ്, ഒരു ഓൺലൈൻ ലൈവ് ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അവിടെ നിന്ന് നമ്മളോട് കൺവേഴ്സ് ചെയ്യുകയാണ് അല്ലേ, ഒരാൾ അവിടെ നിന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. അവിടെ അതൊരു ഡയലോഗ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. അതായത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഇല്ലേ. ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ കൂടെ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ള കാര്യം സെർച്ച് ചെയ്യണം. പക്ഷേ നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസും ഒരു അനുഗ്രഹവും എന്ന് പറയുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കൊരു കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ഡൗട്ട്സ് എന്തായാലും ഉണ്ടാകും. ഈ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് ഡൗട്ട്സ് ഇല്ല എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പേടിയായിരിക്കും ഈ ഡൗട്ട് ചോദിക്കാനായിട്ട്. സോ അതിൽ കാര്യമില്ല. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കണം. കാരണം 50 പേരിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ ഒരു ടീച്ചറിന് സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്, ഓക്കെ, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്, അത് ചോദിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വരുന്നത്. ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് പല സബ്ജക്റ്റുകളെ ഡീൽ ചെയ്യുന്നൊരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മൾ വീക്കായിട്ടുള്ള ഏരിയയിൽ, നമുക്ക് അറിയാത്തൊരു ഏരിയയിൽ നമുക്ക് ഡൗട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും. ഇതൊക്കെ അക്കാഡമികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ അക്കാഡമികളുടെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ സിലബസ് വായിക്കുന്നു, സിലബസ് വായിച്ചാൽ പോലും ഈ നോളജ് എവിടെ നിന്ന് കിട്ടും, ഈ കോണ്ടൻറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും. നിങ്ങളിപ്പം ഇൻ്റർനെറ്റിലേക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് കോണ്ടൻറ്റ് നിങ്ങൾ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് 200 റിസൾട്ടെങ്കിലും കിട്ടും അല്ലേ. 200 ഞാൻ ഒരു അതിശയോക്തി പറഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും ഇല്ലേ. ആ റിസൾട്ടിൽ ഏത് ചൂസ് ചെയ്യണം, അതൊരു ടാസ്ക്കാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ കൺഫ്യൂഷൻ ഫോർ അസ്, റൈറ്റ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അപ്പോൾ അവിടെയാണ് അക്കാഡമികൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ആ ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാം. അവിടെയാണ് ഒരു സിവിൽ സർവീസ് റാങ്ക് കിട്ടുന്ന ഒരു കുട്ടി മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു 90% ഇല്ലെങ്കിൽ പോലും ഒരു 70% ആളുകളെങ്കിലും ഈ അക്കാഡമികളിൽ നിന്നും ട്രെയിനിങ് എടുത്ത് തന്നെ വരുന്ന ആളുകളാണ്. എന്നിട്ട് ഈ 70% ആളുകൾ എന്തുകൊണ്ട് ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. അതിൻ്റെ കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പഠനം അവിടെ നടത്തണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് അവിടെ നടത്തണം എന്നുള്ളതാണ്. അപ്പം അക്കാഡമികൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അക്കാഡമികൾ വേണോ, നിങ്ങളുടെ പ്രിപ്പറേഷന് അക്കാഡമികൾ കൂടിയേ തീരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അത്രത്തോളം കമ്മിറ്റഡ് ആണ്, നിങ്ങൾ അത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണ്, നിങ്ങളുടെ ഗോൾ അത്രമാത്രം സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് അറിയാം, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അക്കാഡമിയുടെ ആവശ്യം തീർച്ചയായിട്ടും ഇല്ല.